നമസ്കാരം. പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ കേരളത്തിൽ ദുർമന്ത്രവാദം നടക്കുന്നതായുള്ള വെളിപ്പെടുത്തലുമായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ. കോൺഗ്രസ് സർക്കാരിന് പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാക്കാനും സർക്കാർ നിലംപൊത്താനുമുള്ള കരുനീക്കങ്ങൾക്ക് രാഷ്ട്രീയ ശത്രുക്കൾ ദുർമന്ത്രവാദത്തെ കൂട്ടുപിടിച്ചതായി വിവരം ലഭിച്ചെന്നാണ് കർണാടക PCC അധ്യക്ഷൻ കൂടിയായ ഡി.കെയുടെ ആരോപണം. കേരളത്തിലെ രാജരാജേശ്വരി ക്ഷേത്രം കേന്ദ്രീകരിച്ച് വിവിധ യാഗങ്ങളും മൃഗബലിയും നടന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ശത്രു ഭൈരവി യാഗം ഉൾപ്പെടെ നടന്ന ഇതിൽ പങ്കെടുത്തയാളാണ് രഹസ്യ വിവരം നൽകിയത്. അവർ എന്ത് വേണേലും ചെയ്തോട്ടെ, ഞാൻ വിശ്വസിക്കുന്ന ദൈവം ശക്തനാണ്, ശിവകുമാർ പറഞ്ഞു. കേരളത്തിൽ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് കർണാടകയിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ ദർശനത്തിന് എത്താറുള്ളത്. എന്നാൽ ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണോ ദുർമന്ത്രവാദ കർമ്മങ്ങൾ നടന്നതെന്ന് ശിവകുമാർ വ്യക്തമാക്കിയിട്ടില്ല. കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കാൻ നീക്കം നടത്തുന്നതും ദുർമന്ത്രവാദത്തെ കൂട്ടുപിടിക്കുന്നതും ആരെന്ന് തനിക്ക് അറിയാമെന്നും അവരതിൽ വിദഗ്ധരാണെന്നും ഡി.കെ. പറഞ്ഞു. എന്നാൽ ഇവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. അഘോരി സന്യാസിമാരും ഈ ദുർമന്ത്രവാദ കർമ്മങ്ങളിൽ പങ്കെടുത്തു. 42 ആടുകളെയും 3 കന്നുകാലികളെയും 5 പന്നികളെയും യാഗത്തിന് ശേഷം ബലി നൽകിയാണ് കർമ്മങ്ങൾ അവസാനിപ്പിച്ചത്. രാജകണ്ടക മരണമോഹന സ്തംഭന യാഗങ്ങളാണ് സർക്കാരിനെതിരെ നടത്തിയതെന്നും കർണാടക ഉപമുഖ്യമന്ത്രി വിവരം നൽകിയ ആളുടെ പേര് വെളിപ്പെടുത്താതെ വിശദീകരിച്ചു.